റോട്ട്വെയിലർ അവളധികം അങ്ങനെ പുറമേന്ന് ആരെങ്കിലും വന്നാൽ മാത്രമേ അവള് കുരയ്ക്കാറുള്ളൂ. അവള് ഫുൾ ടൈം അവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവളങ്ങനെയാണ്. നമ്മളിങ്ങനെ നിന്നിട്ട് ചെയ്ത് കാണിക്കും. ഞാൻ ചെയ്യും. എന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ചെയ്ത് കാണിച്ചു. എന്റെ ഉണ്ണി. പിന്നെ രണ്ടാമതാണ് അവൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ അവൻ ഫുൾ ടൈം എന്റെ നെഞ്ചത്താ. ഇപ്പൊ ഒരാൾ ഇവിടെ കിടന്നു തരുവാണെങ്കിൽ വേണമെങ്കിൽ നെഞ്ചത്തിരുന്ന് കാണിച്ചു ഒന്ന് കുറയ്ക്കുന്നോ? പോമറീനിയൻ കുറയ്ക്കുന്ന പോലെ. അവള് പോമറീനിയൻ റോഡ് വീലർ. എന്റെ കൊര ഞാൻ കുരയ്ക്കാം. എന്റെ കൊരയല്ല, ഞാൻ ചില സമയത്ത് ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. ഇത് കേട്ടിട്ട് ഉണ്ണി ഞെട്ടിയിട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് ഒരു രാത്രി ഇപ്പൊ ഞാൻ കൂടെ കിടക്കുന്ന ഡോഗ്സിന്റെ കൂടെയാണല്ലോ കിടക്കുന്നത്. അപ്പം രാത്രിയായി റൂമിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയ കടിയും പിടിയൊക്കെ ഉണ്ടാവും. ഞാൻ അവളെ കടിക്കും, ഞാൻ അവളെ കടിക്കുമ്പോ അവളെ എന്നെ കടിക്കുമ്പോ ഇങ്ങനെയുള്ള ചില ചെറിയ കലാപരിപാടികളുണ്ട്. അപ്പൊ ഇതെനിക്ക് ശീലമായി. അപ്പൊ ഞാൻ ഈ റൂമിൽ കയറിയ ഉടനെ അമ്മയുടെ മോളാരാ ഇങ്ങനെ കാണിക്കും അവളെ നോക്കിയിട്ട്. അപ്പൊ ഇതെനിക്ക് അറിയാതെ ഈ സൗണ്ടില് അപ്പൊ ഇങ്ങനെ ഞാൻ മഹിമ വിപിൻ പിന്നെ ഫാദർ അച്ഛനായിരുന്നു. ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പോയ പ്രൊമോഷൻസ് കഴിഞ്ഞിട്ട് എറണാകുളത്തോട്ട് വരുക. അപ്പൊ ഭയങ്കര സൈലൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് സൗണ്ട് വന്നേ. അപ്പൊ ഞാൻ മഹിമയോട് പറയാം, മഹിമ ഒരിക്കലും ജപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സൗണ്ട് വന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ വിപിൻ നല്ല ഉറക്കത്തില്ല. അപ്പൊ ഞാൻ മഹിമ നോക്കിക്കോ ഈ നല്ല കൂർക്കം വലിയ കേട്ടോ വിപിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. പിന്നെ സൗണ്ട് വന്നു. അപ്പൊ ഞാൻ ബാക്കിൽ നോക്കിയപ്പോ ഇവിടാണെങ്കിൽ ജപം നടത്തോണ്ടിരിക്കുന്നുണ്ട്. ബാക്കിലൊരാള്. എനിക്കൊരു സംശയം, കുറച്ച് കഴിഞ്ഞ് കർ സൗണ്ട് വന്നോണ്ടിരുന്നു. അപ്പൊ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇവിടെ നോക്കുമ്പോഴേ ഈ സൗണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് വെറുതെ പേടിച്ച്. അപ്പൊ ഞാൻ വിപിനെ എണിപ്പിച്ച് ഞാൻ വിചാരിച്ചേ ഒരാൾക്ക് ജപവും പിന്നെ ഇങ്ങനെ സൗണ്ട് വന്നപ്പോ ഞാൻ വിപിൻ എനിക്ക് വയ്യാണ്ടായി. വിപിൻ ഫ്രണ്ടി വന്നിട്ട് വണ്ടി ഓടിച്ചു. ഞാൻ പേടിച്ചിരിക്ക. ചില ആൾക്കാർ സൈക്കിക്കായിട്ടേ എനിക്ക് അറിഞ്ഞൂടെ. കുറെ എല്ലാരും ഉറക്കം. ഉണ്ണി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്, എല്ലാരും നന്നായി ഉറങ്ങും, ഞാൻ ജപിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ കുറെ നേരം ഒന്നും ചെയ്യാതിരിക്കണ്ടേ. അവിടെ ഇങ്ങനെ ഉണ്ണിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇത് മുന്തിരിയാണോ വെച്ചായിരുന്നു. അപ്പൊ ഇതിങ്ങനെ കഴിച്ചു. ഇപ്പൊ ഞാനിങ്ങനെ ജപിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിലിടുന്നുണ്ട്. ഇത് അറിയാതെ സംഭവിച്ചു പോയതാ. ഉണ്ണി പറയുമ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്. ഞാൻ നോക്കുമ്പോഴേ നോൺ സ്റ്റോപ്പ് പിന്നെ സൗണ്ട് പേടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു വിപിൻ, പിന്നെ ബാക്കി വണ്ടി വിപിനെ ഓടിച്ചേ. ഞാൻ ഇങ്ങനെ തമാശ പറഞ്ഞു, കുഴപ്പമില്ല ഇതൊക്കെ സംഭവിക്കും, സാധാരണ ആൾക്കാർക്ക് വരുന്നതാണ്, കുഴപ്പമില്ല. ഞാൻ പേടിച്ചിരിക്കായിരുന്നു. വല്ല സൈക്കിക് പല അവസ്ഥകളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പല അവസ്ഥ.